ഹായ്, എസ് എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് പലർക്കും വരുന്നൊരു സംശയമാണ്, എൻ്റെ സോൾമേറ്റിനെ ഞാൻ എങ്ങനെയാണ് കണ്ടുമുട്ടുന്നത്, അല്ലെങ്കിൽ കണ്ടുമുട്ടി കഴിഞ്ഞാൽ അതെങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയാന്നുള്ളത്. ചിലപ്പോൾ പലർക്കും പല രീതിയിലും കണക്ഷൻസ് തോന്നാറുണ്ട്. അതായത് ചില സ്വഭാവങ്ങൾ ഒരുപോലെ ആകുമ്പോഴോ അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരുപോലെ ആവുന്ന സമയത്ത് വിചാരിക്കാറുണ്ട് ഇവർ തന്നെയാണ് എൻ്റെ സോൾമേറ്റ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു ചെറിയ കാര്യം കൊണ്ട് മാത്രം നമുക്ക് ഇത് നമ്മുടെ സോൾമേറ്റ് ആണെന്നുള്ളത് ഉറപ്പ് വരുത്താനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതിന് നിങ്ങളെ സഹായിക്കുന്ന, അതായത് നിങ്ങളുടെ സോൾമേറ്റ് ആണ് ആ ഒരു പേഴ്സൺ എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പ് വരുത്താനായിട്ട് സഹായിക്കുന്ന കുറച്ച് പോയിന്റ്സ്, ഒരു 3-4 പോയിന്റ്സ് ആണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇതെല്ലാം നോക്കിയിട്ട് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക അവർ നിങ്ങളുടെ സോൾമേറ്റ് ആണോ അല്ലെങ്കിൽ നിങ്ങളുടെ സോൾമേറ്റിനെ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ എന്നുള്ളത്. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടി അത് കഴിയുമ്പോഴും നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ രണ്ടുപേരുടെയും പാസ്റ്റ് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിലയിരുത്തില്ല എന്നുള്ളതാണ്. അതായത് രണ്ടുപേർക്കും നിങ്ങളുടെ ഉള്ള പാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. സോ നിങ്ങൾ കണ്ടുമുട്ടിയതിന് മുന്നേ തന്നെ പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചെയ്ത പല കാര്യങ്ങളും തെറ്റായിട്ട് മാറിയിട്ടുള്ളതും ആയിരിക്കാം. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ അവരോട് പറഞ്ഞു കഴിയുമ്പോഴും അല്ലെങ്കിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കഴിയുമ്പോഴും ഒരിക്കലും നിങ്ങളുടെ പാസ്റ്റിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുകയോ അല്ലെങ്കിൽ അത് വെച്ച് നിങ്ങളെ മോശമായി വിലയിരുത്തുകയോ ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പോൾ തിരിച്ചും അങ്ങനെ തന്നെയാണ്, നിങ്ങളുടെ പാസ്റ്റുകൾ വെച്ച് ഒരിക്കലും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജഡ്ജ് ചെയ്യില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, രണ്ടുപേർക്കും ഏകദേശം ഒരേപോലെയുള്ള ഗോൾസ് തന്നെ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം ഒരേപോലെ ആയിരിക്കും. ഇതിപ്പോൾ ഒരേ ആഗ്രഹം തന്നെ ആവണം എന്നുള്ളതല്ല. ഫോർ എക്സാമ്പിൾ രണ്ടുപേർക്കും ഡോക്ടർ ആവണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും എന്നല്ല പറയണത്. എങ്കിൽ പോലും ഏകദേശം ഒരുപോലെ ആയിരിക്കും നിങ്ങളുടെ ചിന്താഗതികൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇവിടെയും നിങ്ങൾക്കൊരു സാമ്യം കാണാനായിട്ട് കഴിയും എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് രണ്ടുപേരും കണ്ടുമുട്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് സംസാരിക്കുമ്പോഴത്തേക്കും തന്നെ നിങ്ങൾക്ക് എന്തോ രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാത്തൊരു ഇഷ്ടം തോന്നുകയോ അല്ലെങ്കിൽ ഒരു മുൻജന്മ കണക്ഷൻ എന്നൊക്കെ പറയുന്ന പോലെ ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് തോന്നാനുള്ള സാധ്യതയുണ്ട്. അതായത് കുറേ കാലം മുമ്പ് മുതലേ ഞങ്ങൾക്ക് പരിചയമുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ട് കുറച്ച് സമയം ആയിട്ടുണ്ടാവുള്ളൂ, പക്ഷെ ഒരുപാട് കാലത്തെ പരിചയമുള്ള ഒരാളെ പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എന്നുള്ളതാണ്. അത് ചില ആളുകളോട് മാത്രം നമുക്ക് തോന്നുന്നൊരു കാര്യമാണ്. വളരെ റെയർ ആയിട്ട് മാത്രമാണ് നമുക്ക് തോന്നുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരാൾ മാത്രമായിരിക്കും നിങ്ങളുടെ സോൾമേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോൾമേറ്റിനോട് മാത്രമാണ് ഇങ്ങനെ തോന്നുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, നമുക്ക് പല ആളുകളോടും ഈ രീതിയിൽ തോന്നാറുണ്ട്. അതായത് ചിലപ്പോൾ കുറച്ച് പേരൊക്കെ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ള ആളുകളുണ്ടായിരിക്കും. അതായത് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഇയാൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഒരുപാട് കാലത്തെ പരിചയമുള്ളതുപോലെ തോന്നുന്നു, പെട്ടെന്ന് പരിചയപ്പെട്ടതുപോലെ ഫീൽ ചെയ്യുന്നില്ല, ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ സോൾമേറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിലേതെങ്കിലും ഒരാൾ മാത്രവും സോൾമേറ്റ് ആയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ തോന്നുന്നു എന്നുള്ളത് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാൻ സോൾമേറ്റ് ആയിക്കൊള്ളണം എന്ന് പറയാനായിട്ട് പറ്റില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ നോക്കുക. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇവരുമായിട്ട് വല്ലാത്തൊരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ഇവരെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കാണുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ഇവരെ പരിചയപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ഇടയ്ക്കിടയ്ക്കായിട്ട് ചില രാത്രികളിലൊക്കെ നിങ്ങൾ അവരെ സ്വപ്നം കാണുന്നുണ്ടായിരിക്കും. ഡെയിലി കാണുന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്, എങ്കിലും ഇപ്പോൾ ഒന്നിടവിട്ടിട്ടോ അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ ഇവരെ നിങ്ങൾ സ്വപ്നത്തിൽ കാണുന്നുണ്ടായിരിക്കും. തിരിച്ചും അങ്ങനെ തന്നെ ആയിരിക്കാം. നിങ്ങളെക്കുറിച്ച് അവർ സ്വപ്നം കാണുക അല്ലെങ്കിൽ എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, നിങ്ങളെ കാണണമെന്ന് തോന്നുക, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവരിലും സംഭവിക്കുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ഇവരോട് ഷെയർ ചെയ്യാനുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. അത് ഇവരോട് ഷെയർ ചെയ്യാം, ഇവരാണ് ഏറ്റവും നല്ല ആൾ എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾ തമ്മിൽ വലിയ പരിചയം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിൽ പരിചയമൊന്നും ഉണ്ടായിരിക്കില്ല, എങ്കിലും എത്രയൊക്കെയോ കാലത്തെ പരിചയമുള്ളതുപോലെയും തോന്നുന്നുണ്ടായിരിക്കും. ഇനി അഞ്ചാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഏകദേശം നിങ്ങൾ രണ്ടുപേരും നിങ്ങളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കും എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ ഒരാൾക്ക് കഴിഞ്ഞോളണമെന്നില്ല. അപ്പൊ നമുക്കും അങ്ങനെ തന്നെയാണ്, ഒരാൾ പൂർണ്ണമായിട്ട് നമുക്ക് അറിയാൻ കഴിയണമെന്നില്ല. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് നേരെ തിരിച്ചാണ്. രണ്ടുപേർക്കും പൂർണ്ണമായിട്ടും മനസ്സിലായതുപോലെ തോന്നുന്നുണ്ടായിരിക്കും. അതായത് നിങ്ങൾക്ക് അവരുടെ എല്ലാ ക്യാരക്ടേഴ്സും മനസ്സിലാകുന്നുണ്ടാവും, അവരുടെ ലൈഫ് അല്ലെങ്കിൽ ഇനി അവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പോലും നിങ്ങൾക്ക് ഒരു വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അവർക്ക് തിരിച്ചും അങ്ങനെ തന്നെയാണ്. നിങ്ങളെ പൂർണ്ണമായും സജീവമായും മനസ്സിലാക്കിയുള്ള ഒരാളായിരിക്കും അവരെന്ന് പറയുന്നത്. ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഒരു സോൾമേറ്റിന്റെ ഒരു സൈൻ ആയിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഈ ഒരു 5 കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട്. അതായത് ഈ ഒരാളോട് തന്നെ ഈ ഒരു 5 കാര്യങ്ങൾ നിങ്ങൾക്ക് നടന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവമുണ്ട്, അല്ലെങ്കിൽ ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ആ വ്യക്തിയോട് തോന്നിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അവർ നിങ്ങളുടെ സോൾമേറ്റ് ആണെന്നുള്ളത്. ഇതിൽ ഏതെങ്കിലും 1-2 കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രം നിങ്ങൾ സോൾമേറ്റ് ആണെന്ന് വിചാരിക്കരുത്. എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രം വിചാരിക്കുക. കാരണം
ഇതിൽ പറഞ്ഞ പല കാര്യങ്ങളും നമുക്ക് പലരോടും തോന്നാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം വെച്ചുകൊണ്ട് ഇവരെൻ്റെ സോൾമേറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ സോൾമേറ്റ് ആണ് എന്ന് കണക്കാക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക അവർ നിങ്ങളുടെ സോൾമേറ്റ് ആണ് എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ സോൾമേറ്റിനെ കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് ഏകദേശം എളുപ്പമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്